ഹലോ ഫോൾസ്, വെൽക്കം ടു BBK മോട്ടോ ലവ് MotoGP പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 2. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ബിൽസൺ ബെന്നി. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുജല്ലോനെ കുറിച്ചാണ്. ആൻഡ് എനിക്കറിയാം മുജല്ലോ GP കഴിഞ്ഞ ആഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ച തീർന്നതാണ്. ഇന്നിപ്പോൾ ഒരാഴ്ചയോളം കഴിഞ്ഞു. ബട്ട് എനിവേ ഇത് താമസിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോഡ്കാസ്റ്റ് അത്ര ഒരു സെറ്റപ്പ് അല്ലായിരുന്നു. എൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്നും അത്ര സെറ്റപ്പ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ അപ്പം നമുക്ക് ഇൻഡോഴ്സിൽ തന്നെ ചെയ്യാം. ഒരു മൈക്കോ കോപ്പിക്കാണെങ്കിൽ നമുക്ക് മാക്സിമം ഈ ചീവിടിൻ്റെ ഒക്കെ വെച്ചാൽ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ലൈറ്റിംഗ് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഞാൻ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തായിരുന്നു, പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല. ആൻഡ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ നമുക്ക് മുജല്ലോ GPനെ കുറിച്ച് ചെയ്യണോ? കാരണം ഇത്രയും ദിവസം കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു ചൂടൊക്കെ കെട്ടിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ റൈഡർ മാർക്കറ്റിൽ ഒരുപാട് ന്യൂസുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വേറൊരു പോഡ്കാസ്റ്റ് ചെയ്താൽ പോരെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ച് മുജല്ലോ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രാക്കാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നൊരു ട്രാക്കാണ്. ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഫാൻസ് ഉള്ള ട്രാക്കാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും മുജല്ലോ GPനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റേസ് ഒക്കെ ഭയങ്കര ബോറായിരുന്നു. മുജല്ലോ GPക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുജല്ലോ GPയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ടെക്നിക്കൽ സൈഡിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ മോഡേൺ MotoGP മെഷീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000cc 350 HP 360 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന മോൺസ്റ്റർ മെഷീൻസാണ്. ആ ഒരു 362 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടായേക്കുന്നത് മുജല്ലോയിലാണ്. കഴിഞ്ഞ വർഷം ബ്രാഡ് ബെൻഡറാണ് ശരിക്കും അവർ ടോപ്പ് സ്പീഡ് റെക്കോർഡ് എടുത്തത്. ആൻഡ് ഈ കൊല്ലം ഫ്രീ പ്രാക്ടീസിൻ്റെ സമയത്ത് പോൾ എസ്പെരാഗോയ്ക്കും ഈ 362 എന്ന് പറഞ്ഞ ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുന്ന ഒരു റെക്കോർഡാണത്. അപ്പോൾ അത് സംഭവിച്ചത് ഈ ഒരു മുജല്ലോയിലാണ്. ആൻഡ് നമ്മൾ ഈ ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് സ്പീഡ് എടുക്കാൻ വേണ്ടിയിട്ട് 1.42 കിലോമീറ്ററിൻ്റെ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ച് ഉണ്ട്. അപ്പം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഇപ്പോഴത്തെ ലാപ്പ് റെക്കോർഡ് ഞാൻ ഓർക്കുന്നില്ല, 1.4 സംതിങ് ആണ്. അത് എടുത്തേക്കുന്നത് ഹോർഹെ മാർട്ടിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നൊരു ട്രാക്കാണിത്. ഈവൻ ദ ഫാസ്റ്റസ്റ്റ് ക്രാഷ് വിച്ച് ഹാപ്പൻഡ് ഇൻ 2013 മാർക്ക് മാർക്കസ് ഒരു 335 കിലോമീറ്റർ സ്പീഡിലെങ്ങാണ്ട് പോയി ക്രാഷ് ചെയ്തൊരു ട്രാക്കും കൂടിയാണ് മുജല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാലന്റിനോ റോസിയുടെ ഹോം ട്രാക്കാണിത്. വാലന്റിനോ റോസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു 2 മിനിറ്റ് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും MotoGPനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കും. ആൻഡ് വാലന്റിനോ റോസി എന്ന് ഉറപ്പായിട്ടും കേട്ടേക്കുന്ന ഒരാളായിരിക്കും. സോ വാലന്റിനോ റോസി ഈസ് ദിസ് ലെജൻഡ്. 7 കോൺസിക്യൂട്ടീവ് വിൻസ് അദ്ദേഹത്തിന് ഈ ട്രാക്കിലുണ്ട്. ആൻഡ് ടോട്ടൽ ഒരു 11 വിൻസ് സംതിങ് ഈ ട്രാക്കിലുണ്ട്. ബേസിക്കലി പുള്ളിയുടെ ഹോം ഗ്രൗണ്ട് ആണ് ഈ ട്രാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ദ ഇറ്റാലിയൻ, ദ റൈഡർ, ദ ഡോക്ടർ എന്നൊക്കെ പറയുന്ന വാലന്റിനോ റോസിയുടെ. ആൻഡ് ഡുക്കാട്ടിയുടെ ഹോം ഗ്രൗണ്ടാണ് മുജല്ലോ എന്ന് പറയുന്നത്. ആൻഡ് അപ്രീലിയയുടെ സ്വന്തം നാടാണ് ഇറ്റലി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് ശരിക്കും മുജല്ലോയ്ക്ക് ഇത്ര ഒരു സ്റ്റാറ്റസ് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, അവിടുത്തെ ഫാൻസിൻ്റെ ഒരു എന്തൂസിയാസം എന്തോരായിരിക്കും ആലോചിച്ച് നോക്കിക്കുക. അവരുടെ സ്വന്തം നാട്ടിൽ നിന്നുള്ള ബൈക്കുകൾ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു. അവരുടെ സ്വന്തം നാട്ടിൽ നിന്നുള്ള റൈഡേഴ്സ് അവിടെ റൈഡ് ചെയ്യുന്നു. ആൻഡ് ഇത്തവണ ഡുക്കാട്ടി അവരുടെ മെയിൻ റേസിന് ഒരു ബ്ലൂ ലിവറിയിലാണ് വന്നത്. യൂഷ്വലി നമ്മൾ ഫെറാറി റെഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഡുക്കാട്ടി റെഡ് ഉണ്ട്. യൂഷ്വലി നമ്മൾ അവരെ ആ റെഡിലാണ് കാണാറ്. പക്ഷേ ദ അസൂറീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്ലൂ ലിവറിയിൽ ആണ് ഡുക്കാട്ടി വന്നത്. ഐ തിങ്ക് അവരുടെ ഫുട്ബോൾ ജേഴ്സി ഒക്കെ ബ്ലൂ കളറിലാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു GP കൂടിയായിരുന്നു മുജല്ലോ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി റേസ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. റേസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. സ്പ്രിന്റ് റേസിൽ ജയിച്ചത് പെക്കോ ബാഗ്നായാണ്. ആൻഡ് സ്പ്രിന്റ് റേസ് കഴിഞ്ഞിട്ട് മെയിൻ റേസിലാണെങ്കിലും പെക്കോ ബാഗ്നായാണ് ജയിച്ചത്. ആൻഡ് സെക്കൻഡ് വന്നത് ഇനിയ ബാസ്റ്റിനിയാണ്. അദ്ദേഹമാണെങ്കിലും ഇറ്റാലിയൻ റൈഡറാണ്. അപ്പോൾ 1-2 2 ഡുക്കാട്ടിയും വിത്ത് ബ്ലൂ ലിവറി ദേ ബിക്കെയിം ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ്. ആൻഡ് തേർഡ് വന്നത് ഹോർഹെ മാർട്ടിൻ ആണ്, അഗെയിൻ അനദർ ഡുക്കാട്ടി. ഫോർത്ത് വന്നത് മാർക്ക് മാർക്കസ് ആണ്, അനദർ ഡുക്കാട്ടി. അപ്പം ഇറ്റാലിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് ആൻഡ് വെരി സ്പെഷ്യൽ റേസ് വീക്കെൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മുജല്ലോ GPനെ കുറിച്ച് ഞാൻ സംസാരിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മോശമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ തേഴ്സ്ഡേ ആയിരുന്നു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നത്. ആ പ്രസ് കോൺഫറൻസിന് മുമ്പ് തന്നെ ഒരു റൂമർ പോലെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂസ് പോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് ഫൈൻഡിങ് അനദർ ഡുക്കാട്ടി റൈഡർ. അടുത്ത വർഷത്തേക്ക് ആരാണ് ഡുക്കാട്ടിയുടെ ഫാക്ടറി സീറ്റിലേക്ക് പോകുക എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സെഡ് ദാറ്റ് ഹോർഹെ മാർട്ടിൻ വിൽ ബി കൺസിഡേർഡ് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പോൾ ഹോർഹെ മാർട്ടിൻ പറഞ്ഞു, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്, എൻ്റെ മാനേജറാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ന്യൂസ് വന്നായിരുന്നു. അപ്പോൾ അതിന് ശേഷം തന്നെ മാർക്കസിൻ്റെ അടുത്ത ചോദ്യം വന്നത്, അപ്പോൾ ഹോർഹെ മാർട്ടിൻ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ മാർക്ക് മാർക്കസ് ഇനി പ്രമാക് ഡുക്കാട്ടിയിലേക്ക് പോകുമെന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് വെരി ഫണ്ണി. മാർക്ക് മാർക്കസ് നോന്ന് റൈറ്റ് അവേ പറഞ്ഞു. പ്രമാക് എന്ന് പറയുമ്പോൾ വേറെ സാറ്റലൈറ്റ് ടീമാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമാക്കിന് ഡുക്കാട്ടിയുടെ കറണ്ട് സ്പെക്ക് ബൈക്ക് ഉണ്ട്. അതായത് ഇപ്പം നടക്കുന്ന 2024 ഫാക്ടറി ടീമിനുള്ള അതേ സ്പെക്ക് ബൈക്ക് തന്നെയാണ് പ്രമാക്കിനും കിട്ടിയേക്കുന്നത്. ബാക്കി ഡുക്കാട്ടിയുടെ ബാക്കി 2 സാറ്റലൈറ്റ് ടീമിനും 2023 ബൈക്കാണ് കിട്ടിയേക്കുന്നത്.
അപ്പോൾ മാർക്ക് മാർക്കസ് മുമ്പുള്ള റേസുകളിലൊക്കെ പറഞ്ഞായിരുന്നു, ഐ ഡോണ്ട് മൈൻഡ് ദ ബ്രാൻഡ്, ഐ ഡോണ്ട് മൈൻഡ് ദ കളർ, എനിക്ക് വേണ്ടത് കറണ്ട് സ്പെക്ക് ബൈക്കാന്ന് മാർക്ക് മാർക്കസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഫാക്ടറി ടീമിൽ ഹോഹെ മാർട്ടിൻ പോവുകയാണ്, മാർക്ക് മാർക്കസ് പ്രമാക്കിലും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ആൾക്കാർ ഏകദേശം ഉറപ്പിച്ചു, ഓക്കെ ഒന്നല്ലെങ്കിൽ ഗ്രിസീനി റേസിങ്ങിന് ഫാക്ടറി സ്പെക്ക് ബൈക്ക് കിട്ടും, അല്ലെങ്കിൽ മാർക്ക് മാർക്കസ് ഇനി പുറത്തേക്കുള്ള ടീമിലേക്കായിരിക്കും പോവുക. അപ്പോൾ വേറെ റൂമേഴ്സ് വന്നു അപ്രീലിയയിലേക്ക് ഇനി പോകുമെന്നുള്ളത്. അപ്രീലിയ പറഞ്ഞു ടോക്സ് ഒന്നും നടന്നിട്ടില്ല, ബട്ട് വി ആർ ഓബിയസ്ലി ഇൻട്രസ്റ്റഡ്. മാർക്ക് മാർക്കസ് എന്ന് പറയുന്നൊരു ആരാണ് ഇൻട്രസ്റ്റഡ് അല്ലാത്തത്? മാർക്ക് മാർക്കസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ കറൻ്റ്ലി ഗ്രിഡിൽ കാണിക്കുന്ന പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺബിലീവബിൾ പെർഫോമൻസ് ആണ്. അപ്പോൾ ഏതൊരു ഫാക്ടറി ടീമിൻ്റെ സ്വപ്നമായിരിക്കും മാർക്ക് മാർക്കസിനെ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗ്രിസീനി റേസിങ്ങിന് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. മാർക്ക് മാർക്കസ് വന്നതിന് ശേഷം ആ ടീം ഭയങ്കര എക്സ്പ്ലോസീവ് എക്സ്പോഷറാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ വേറെ ഏത് ഫാക്ടറി ടീമാണെങ്കിലും അവർക്കും ഈ ഒരു എക്സ്പോഷർ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതാണ്. ആൻഡ് അതുപോലെ അപ്രീലിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്രീലി അതാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ കെ ടി എമ്മിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ടോക്സ് ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്പെക്കുലേഷനാണ് എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നൊക്കെയുള്ളതിൻ്റെ. അപ്പോൾ തേഴ്സ്ഡേയിലെ ന്യൂസ് അതായിരുന്നു. ആൻഡ് ഫ്രൈഡേ ആയപ്പോഴത്തേനും വേറൊരു ന്യൂസ് വന്നു, അതായത് ഗ്യാസിൻ്റെ റൈഡറായിട്ടുള്ള പെഡ്രോ അക്കോസ്റ്റ അടുത്ത വർഷം കെ ടി എം ആയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി എ മൾട്ടി ഇയർ കോൺട്രാക്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഐ തിങ്ക് 2 years 3 years സംതിങ് കോൺട്രാക്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. പോസിബിലിറ്റി ഈസ് 2 years. അപ്പോൾ അങ്ങനെ വന്ന് ജസ്റ്റ് 6 റേസിനുള്ളിൽ പെഡ്രോ കോസ്റ്റ പുള്ളിയുടെ കഴിവൊക്കെ തെളിയിച്ച് നേരെ ഫാക്ടറി സീറ്റ് കരസ്ഥമാക്കി. അപ്പോൾ നെക്സ്റ്റ് ഇയർ വിൽ ബി പെഡ്രോ കോസ്റ്റ ആൻഡ് ബ്രാഡ് ബിൻഡർ എന്നുള്ളതാണ് കെ ടി എം പറഞ്ഞത്. അപ്പോൾ ആൾക്കാർക്ക് വീണ്ടും കൺഫ്യൂഷനായി, ലൈക്ക് ബ്രാഡ് ബിൻഡറിന് കെ ടി എം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് മാർക്ക് മാർക്കസ് വരുമോ ഇല്ലയോ, വീണ്ടും അതിനെക്കുറിച്ച് ഒരുപാട് റൂമേഴ്സ് സ്പെക്കുലേറ്റ് ആയി. സോ ഇറ്റ് വാസ് എ വെരി ക്രേസി വീക്കെൻഡ്. അങ്ങനെ ഫ്രൈഡേ ആയി. ഫ്രൈഡേയിൽ ഈ കെ ടി എമ്മിൻ്റെ സൈനിങ്ങും അതിൻ്റെ ഒപ്പം ഫ്രൈഡേ ആണോ സാറ്റർഡേ ആണോ എന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ, ബട്ട് ഐ തിങ്ക് ഫ്രൈഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ സൈനിങ്ങിൻ്റെ ഇങ്ങനെ കുറച്ച് ന്യൂസുകളൊക്കെ വന്നു. അതിനുശേഷം പിന്നെ വന്നത് നമ്മുടെ മെയിൻ റേസിൻ്റെ കാര്യങ്ങളിലേക്ക് കിടന്നു. അപ്പോൾ ആദ്യം ഫ്രീ പ്രാക്ടീസ് ആയിരുന്നു. ആൻഡ് ഫ്രീ പ്രാക്ടീസ് താങ്ക്ഫുള്ളി മാർക്ക് മാർക്കസ് വെൻറ്റ് ഇൻ ടു Q2 ഡയറക്റ്റ്ലി. അതുകൊണ്ട് ഒരു Q1 ബാറ്റിൽ ഒഴിവാക്കാൻ പറ്റി. എനിവേ അങ്ങനെ ഫ്രൈഡേ കഴിഞ്ഞു. പിന്നെ സാറ്റർഡേ ആയി. സാറ്റർഡേ ക്വാളിഫയേഴ്സിൻ്റെ ഇടയ്ക്ക് പെക്കോ ബാഗ്നായിക്ക് ഒരു പെനാൽറ്റി കിട്ടി. അപ്പോൾ പെനാൽറ്റി എന്ന് പറയുമ്പോൾ പെക്കോ ബാഗ്നായ മെയിൻ റേസിൻ്റെ സമയത്ത് 3 ഗ്രിഡ് പ്ലേസ് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ 5th വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഹോർഹെ മാർട്ടിൻ ആണ് പോൾ പൊസിഷൻ എടുത്തത്. ആൻഡ് ഹോർഹെ മാർട്ടിൻ ഹാഡ് എ വണ്ടർഫുൾ ലാപ്പ് റെക്കോർഡോട് കൂടിയുള്ളൊരു പോൾ പൊസിഷനാണ് കിട്ടിയത്. സോ അഗെയിൻ ദ മൂഡ് വാസ് ലൈക്ക് ഹോർഹെ മാർട്ടിൻ അപ്പോൾ തീർച്ചയായിട്ടും മോസ്റ്റ് പ്രോബബ്ലി ഡുക്കാട്ടിയുടെ ഫാക്ടറി സീറ്റിലേക്ക് തന്നെയായിരിക്കും പോകാൻ പോകുന്നത് എന്നുള്ളൊരു ന്യൂസാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രയും എക്സെപ്ഷണൽ ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഒന്നാമത് ഹോർഹെ മാർട്ടിൻ ഇസ് ലീഡിങ് ദ ചാമ്പ്യൻഷിപ്പ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു രീതിയിലും കാണിക്കാത്ത മെച്യൂരിറ്റിയും ഒരു രീതിയിൽ കാണിക്കാത്ത റേസ് പെർഫോമൻസും എല്ലാം ഹോർഹെ മാർട്ടിൻ കാണിക്കുന്നുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് ദ ഡീൽ ഇസ് ഓൾറെഡി ഡൺ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് മോസ്റ്റ്ലി നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് അങ്ങനെ സ്പ്രിൻറ്റ് റേസ് നടന്നു. സ്പ്രിൻറ്റ് റേസിൻ്റെ ഇടയ്ക്കാണ് ഏറ്റവും ആദ്യത്തെ ഹോർഹെ മാർട്ടിന് മണ്ടത്തരം സംഭവിച്ചത്. ലൈക്ക് ഒന്ന് ഇനിയ ബാസ്റ്റിനിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുട്ടി. അപ്പോൾ ഇനിയ ബാസ്റ്റിനി ഔട്ടായി. അത് കഴിഞ്ഞിട്ട് ഹോർഹെ മാർട്ടിനെ മാർക്ക് മാർക്കസ് ഓവർടേക്ക് ചെയ്തു. ഓവർടേക്ക് ചെയ്തതിന് ശേഷം മാർക്ക് മാർക്കസ് P2 ആയി, ഹോർഹെ മാർട്ടിൻ P3 ആയി. അപ്പോൾ P3 ഹോർഹെ മാർട്ടിൻ എന്താ പറയുക ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് കാണിച്ച് ഔട്ടായി. അങ്ങനെ സ്പ്രിൻറ്റ് റേസിൽ ഒറ്റ പോയിന്റ് പോലും നേടാൻ പറ്റിയില്ല, വിച്ച് വാസ് വെരി സാഡ് ഫോർ ഹിം. ആൻഡ് സ്പ്രിൻറ്റ് റേസ് ഈ 2 ഇവൻറ്റ്സ് കാരണം കുറച്ചൊക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ലൈക്ക് മാർക്ക് മാർക്കസ് അവരെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നതും അതിനിടയ്ക്ക് ഹോർഹെ മാർട്ടിനും ഇനിയ ബാസ്റ്റിനിയും തമ്മിലുള്ള ഒരു ചെറിയ കൊളിഷനും, പിന്നെ ഒലിവേറയും ഫാബിയോ കോട്ടഡോറയോ ആണെന്ന് എനിക്ക് തോന്നുന്നു, അവർ രണ്ടുപേരും തമ്മിൽ കൊളിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ ഓൾറെഡി 11 ലാപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പൊളിച്ചാണ് ഓടിക്കുന്നത്, മാക്സിമം ഓവർടേക്ക് ചെയ്യാനൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്പ്രിൻറ്റ് റേസ്. അതിനുശേഷം ശനിയാഴ്ച ഇങ്ങനത്തെ മണ്ഡലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ റേസ് സ്റ്റാർട്ടായി. അപ്പോൾ മെയിൻ റേസിൻ്റെ സമയത്ത് ഡുക്കാട്ടി കെയിം വിത്ത് ദ ബ്ലൂ ആൻഡ് ഡുക്കാട്ടി ബ്ലൂ ആൻഡ് ദ ഫാൻസ് വെർ ഓൾ സോ മച്ച് എക്സൈറ്റഡ്. നമ്മളും ഡുക്കാട്ടി കുറേ നാൾ കൂടിയാണ് ഒരു ബ്ലൂ കളറിൽ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് അത്യാവശ്യം നല്ലൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു, നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ബ്ലൂ ഒക്കെ ആയിരുന്നു. എനിക്ക് കാണാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സൈറ്റിംഗ് റേസ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ദ പേസ് വാസ് സോ ഫാസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത പേസാണ്. ആദ്യം തന്നെ പെക്കോ ബാഗ്നായ നേരെ ഫ്രണ്ടിലേക്ക് കയറി. കാര്യം പറഞ്ഞാൽ പുള്ളി 5th ആണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും സെക്കൻഡ് ടേൺ കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഓൾറെഡി P1 ആയി. പിന്നെ പെക്കോ ബാഗ്നായക്ക് ആകെപ്പാടെ നോക്കാനുള്ളത് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു 0.5 സെക്കൻഡ്സിലേക്ക് ഗ്യാപ്പ് പോവും, പിന്നെ 1 സെക്കൻഡിലേക്ക് ഗ്യാപ്പ് കൊണ്ടുവരും. അങ്ങനെ മാറി മാറി കളിക്കുമായിരുന്നു. അപ്പോൾ മെയിൻ റേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓവർടേക്കിംഗ് ഒന്നും നടക്കണില്ല. അത് കാരണം തന്നെ ഈ 10-24 ലാപ്പുകൾ ഒരു ഓവർടേക്കിംഗ് ഇല്ലാണ്ട് വെറുതെ ഒരു വട്ടത്തിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ കറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ആൻഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം നടന്നേക്കുന്ന റേസുകൾ ഈവൻ ഖത്തർ GP പോലും കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരുന്നു.
അപ്പോൾ ലാസ്റ്റത്തെ 3 ലാപ്സ് ഒഴിച്ച് ബാക്കി മെയിൻ റേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് 3 ലാപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് മാർക്കസ് വാസ് ട്രൈങ് സോ ഹാർഡ് ടു ഓവർടേക്ക് ഇനിയ ബാസ്റ്റിനി. ആൻഡ് ലാസ്റ്റ് അറ്റ് ദ എൻഡ് മാർക്ക് മാർക്കസിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഇനിയ അഗൈൻ പുറകെ തന്നെ പിടിച്ചു. ഇനിയുടെ വാക്കുകളിൽ പുള്ളി കണ്ണടച്ച് എങ്ങനെയും മാർക്ക് മാർക്കസിനെ ഓവർടേക്ക് ചെയ്യണം, ഇനി ഈ പേസിൽ പോയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇനിയ ബാസ്റ്റിനി ലാസ്റ്റ് 3 ലാപ്സ് ആക്ച്വലി ഇത് റൈഡ് ചെയ്തത്. സോ മാർക്ക് മാർക്കസിനെ ഒരു 3 ലാപ്പ് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ ഓവർടേക്ക് ചെയ്തു. അതിനുശേഷം ദ ലാസ്റ്റ് ലാപ്പ്, അവസാനത്തെ ലാപ്പിൽ അവസാനത്തെ കോർണറിൽ അതായത് ആ ലാസ്റ്റ് ലാപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഒരു 0.8 സെക്കൻഡ്സിൻ്റെ അഡ്വാൻറ്റേജ് ഹോഹെ മാർട്ടിനുണ്ട്. പക്ഷേ ആ ലാസ്റ്റ് ലാപ്പിൻ്റെ ഏകദേശം എൻഡ് ആയപ്പോഴത്തേനും ലാസ്റ്റ് കോർണർ ആയപ്പോഴത്തേനും ഇനി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ആ ലാസ്റ്റ് കോർണറിൽ ആക്ച്വലി മാർട്ടിൻ വാസ് എ ബിറ്റ് വൈഡ്, പക്ഷേ ഈനിയ ഡിഡ് എ വണ്ടർഫുൾ പെർഫോമൻസ് ആൻഡ് ഈനിയ മാർട്ടിനെ ഓവർടേക്ക് ചെയ്ത് സെക്കൻഡ് പൊസിഷൻ എടുത്തു. എന്നാലും മാർട്ടിന് തന്നെയായിരിക്കും ഫാക്ടറി സീറ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇരുന്നത്. ഇതാണ് ശരിക്കും മുജലോ GP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. 2025 റൈഡർ മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അവരുടെ ടീമേറ്റ്സ് ആരൊക്കെയായിരിക്കും, ഇതൊക്കെയായിട്ട് ഭയങ്കര സ്പെക്കുലേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുജലോ GPയുടെ സമയത്ത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുജലോ GPക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ മുജലോ GPയുടെ സമയത്ത് ഡുക്കാട്ടി അവരുടെ സെക്കൻഡ് ഫാക്ടറി റൈഡറിനെ റിവീൽ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവർ അത് റിവീൽ ചെയ്യാൻ കൂട്ടാക്കിയില്ല. എനിവേ ആരാണ് ഫാക്ടറി റൈഡർ എന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് മുജലോ GP കഴിഞ്ഞപ്പോഴത്തേനും ഔട്ടായി. ബിക്കോസ് മുജലോ GPക്ക് ശേഷം മാർട്ടിൻ തന്നെ ഏറ്റവും ആദ്യം പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂടി, പ്രസ് കോൺഫറൻസ് അല്ല അപ്രീലിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്തത് മാർട്ടിൻ്റെ സൈനിങ് ഓഫ് മാർട്ടിൻ്റെ സൈനിങ് ടു ഫാക്ടറി അപ്രീലിയ. അത് അത്യാവശ്യം നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഡുക്കാട്ടിയുടെ ഒഫീഷ്യൽ റിലീസ് വന്നു, മാർക്ക് മാർക്കസ് വിൽ ബി ദ ഫാക്ടറി റൈഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഭയങ്കര ഒരു ഹൈപ്പിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഴ്ച പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും വിനിയാലസിനെ കുറിച്ച് ന്യൂസ് കേൾക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി വിനിയാലസ് വോണ്ട് ബി ഇൻ ഫാക്ടറി ടീം എന്നാണ് കേട്ടേക്കുന്നത്. വിനിയാലസ് ഈസ് ആൻ അപ്രീലിയ റൈഡർ. അപ്പോൾ അങ്ങനത്തെ ന്യൂസും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. എനിവേ റൈഡർ മാർക്കറ്റിനെ കുറിച്ചും ഈ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് ആ സമയത്തിനുള്ളിൽ നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ വന്ന് കുറച്ചുകൂടെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ റൈഡർ മാർക്കറ്റ് അനാലിസിസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മുജലോനെ കുറിച്ച് ഉള്ള പോഡ്കാസ്റ്റ് ഇതിനപ്പുറത്തേക്ക് പറയാനായിട്ട് ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനപ്പോൾ വെറുതെ വലിച്ചു നീട്ടുന്നില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. അണ്ടിൽ ദെൻ ബൈ.